ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മഴയായതുകൊണ്ട് കുറച്ചൊരു സൗണ്ടിനൊരു ഇതുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോയാലോ. സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മുടെ കവിൻ വന്നിട്ട് അവന് സെൽഫായിട്ട് അവൻ്റെ നോട്ട്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഐറിനെയും തുന്നിനെയും ഒരേ സമയത്ത് പ്രേമിക്കുന്നുണ്ട്. ഞാൻ രണ്ടുപേരും ഒരേ സമയത്ത് പ്രേമിക്കുന്നത് ഞാൻ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാം? എനിക്കറിയാം ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന്, പക്ഷേ എനിക്കിതിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നില്ല. രണ്ടുപേരും ഞാൻ ഒരേപോലെ പ്രേമിക്കുന്നുണ്ട്. ഐറിൻ എന്നെ എപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, എന്നെ കെയർ ചെയ്യുന്നുണ്ട്, എന്നെ ഭയങ്കര അഫെക്ഷനോടെ നോക്കുന്നുണ്ട്. എനിക്ക് അവളെ വിട്ട് പോകാൻ പറ്റില്ല, അവളെ ചീറ്റ് ചെയ്യാനും പറ്റില്ല. അതേപോലെ ഞാൻ തുന്നിനെയും സ്നേഹിക്കുന്നുണ്ട്, അവനെ ഞാൻ ചീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നും ആലോചിച്ചിട്ട് പിടിയും കിട്ടുന്നില്ല. പക്ഷെ ഞാൻ രണ്ടുപേരും ഒരേപോലെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടുപേരും എൻ്റെ 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 വേൾഡിലുള്ളവരാണ്. ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ട് തുന്നി ഭയങ്കര കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണ്. കവിൻ ഭയങ്കര കൺഫ്യൂഷനിലായിട്ട് ഇരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ആലോചിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്, വാട്ട് നെക്സ്റ്റ് എന്ന് അറിയുന്നില്ല. പക്ഷെ അവൻ ആപ്പാടെ ആലോചിച്ച് ഇങ്ങനെ അപ്സെറ്റായിട്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ നേരെ കാണിക്കുന്നത് നമ്മുടെ തീ വന്നിട്ട് റൂമിലോട്ട് വരികയാണ്. റൂമിലോട്ട് വന്നാൽ അവർക്ക് ആ റൂം ഭയങ്കര എംപ്റ്റി ആയിട്ടുള്ള പോലെ ഉണ്ട്. നമ്മുടെ പ്രിന്നിലല്ലോ, അതുകൊണ്ട് ആപ്പാടെ അവൻ അപ്സെറ്റാണ്. റൂമിൽ എവിടെ നോക്കിയാലും അവൻക്ക് പ്രിന്നിൻ്റെ ഓർമ്മയാണ്. പ്രിന്നിൻ്റെ കൂടെ തല്ലുകൂടിയത്, പിന്നെ കെട്ടിപ്പിടിച്ചത്, ബെഡിൽ കിടന്നത്, അങ്ങനെ എല്ലാ ഓരോ ഓർമ്മകളും വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ലാപ്ടോപ്പ് എടുത്തിട്ട് ഓക്കെ, ഇതിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം എന്താ കിട്ടുന്നതെന്ന് വെച്ച് നോക്കുമ്പോൾ അവരെന്താ പറയുന്നത് വെച്ചാൽ, ഓക്കെ, ഇത് ഒരാൾ ലവ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ വരുന്നത്. ഒരാളെ ഭയങ്കര മിസ് ചെയ്യുന്നത് അങ്ങനെ പറയാം. ശരി, അങ്ങനെയൊന്നും വരാൻ ഒരിക്കലും ചാൻസ് ഇല്ല, ഞാൻ അങ്ങനെയൊന്നുമല്ല അങ്ങനെ പറഞ്ഞാൽ അവനും നോക്കാം. പക്ഷേ അവൻ്റെ എന്താ പറയുക, മൈൻഡിൽ ഫുള്ളായിട്ട് പ്രിൻ്റ് തന്നെ ഉള്ളത്. ഇത് അതേപോലെ അടുത്ത റൂമിൽ കാണിച്ചാൽ നമ്മുടെ പെർഫോം അതേ അവസ്ഥയിൽ തന്നെ. പെർഫോം ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ബ്രേക്കപ്പ് അല്ല, അതുകൊണ്ടാണ് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നെറ്റിൻ്റെ ഫോൺ വരുന്നത്. നെറ്റ് പറയുന്നുണ്ട്, സോറി, ഞാൻ ചെയ്തൊക്കെ തെറ്റാണ്, നമുക്ക് എഗെയിൻ പേച്ചപ്പ് ആവാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെർഫോം പറയുന്നുണ്ട്, ഇത് നീ എത്രാമത്തെ പ്രാവശ്യം എന്നോട് പറയുന്നത്? ഇതുവരെയുള്ള എല്ലാ പ്രോമിസും എൻ്റെ അടുത്ത് നിന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇനി ഒരിക്കലും നമുക്ക് രണ്ടുപേർക്കും ചേരാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അവൾ ബ്രേക്കപ്പ് ചെയ്ത് എന്ന് കരയുന്ന സമയത്ത് തന്നെ അവൾക്ക് ആരെയും ഓർമ്മ വരുന്നത് വെച്ചാൽ കുഞ്ഞിനെയാണ് ഓർമ്മ വരുന്നത്. കുഞ്ഞിനെ കിസ് ചെയ്തത്, കുഞ്ഞും നൻപാങ്ങും വന്നിട്ട് പ്രോമിസ് ചെയ്തത്, അങ്ങനെ കുഞ്ഞിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത്, അങ്ങനെയെല്ലാം അവൾക്ക് കുഞ്ഞിനെയും ഓർമ്മ വരുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യുക, എനിക്കറിയില്ല. ഇനി ലാസ്റ്റ് വരെ എനിക്ക് കുഞ്ഞിനെ ഫ്രണ്ടായിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവളവിടെ ഫെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളെ തിരഞ്ഞ് അവിടെ ഫ്രണ്ട്സൊക്കെ വരുന്നത്. ഫ്രണ്ട്സൊക്കെ വന്ന് അവളെ റൂമിൻ്റെ പുറത്ത് നിന്ന് അവൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പെർഫോം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ പെർഫോം വന്നിട്ട് വാതിൽ തുറക്കുന്നില്ല. അപ്പോൾ അവളെ ഫ്രണ്ട്സൊക്കെ, അയ്യോ, ഇനി എങ്ങനെ അവൾ സൂസൈഡ് ചെയ്തോ? അവനക്ക് വേണ്ടിയൊന്നും ചൂസ് ചെയ്യില്ല, അവൾ അത്ര ചീപ്പാണോ? പറയാൻ പറ്റില്ല. എടി എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ട് ഒരു 3 പേരും മാറി മാറി ഡോർ തൊട്ടാണ് ലാസ്റ്റ് പെർഫോം ഓപ്പൺ ചെയ്തിട്ട്, എന്തിനാടി നിങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിടുന്നത്? നിങ്ങൾ കാരണം എന്നെ റൂമിൽ നിന്ന് തല്ലി പുറത്താക്കുന്നുണ്ട്, അടുത്ത റൂമിലുള്ളവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആവില്ലേ, വാ അകത്തേക്ക് എന്ന് പറഞ്ഞ് 3 പേരും നിൽക്കുകയാണ്. അങ്ങനെ അവർ ആരും ഇല്ലെന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു നീ സൂസൈഡ് ചെയ്തു എന്ന്. അപ്പോൾ ബാക്കിലൊരു അവനക്ക് വേണ്ടിയൊന്നും നീ സൂസൈഡ് ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയടി, അങ്ങനെയും പറയും. ശരി, അങ്ങനെ ഫ്രണ്ട്സ് തമ്മിൽ അവളെ ഓക്കെ ആക്കാൻ വേണ്ടി ഓരോന്ന് സംസാരിച്ചിരിക്കണേ, നീ നല്ല പ്രിറ്റിയാണ്, പിന്നെന്താ? അപ്പോൾ അവളും പറയും, അതെ, ഞാൻ പ്രിറ്റിയാണല്ലോ, പിന്നെന്താ, എനിക്ക് ഇവനേക്കാളും നല്ല ബോയ് ഫ്രണ്ടിനെ കിട്ടും, അതുകൊണ്ട് ഞാൻ അവനെ ആലോചിച്ച് അത്ര അപ്സെറ്റ് ആവില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവർ എന്നെ കെട്ടിയെന്ന് വെച്ചാൽ ഓരോ ബോയ്സിൻ്റെ ഫോട്ടോസ് കാണിക്കണം. ഇവൻ എങ്ങനെയുണ്ട്, ഇവൻ ജിമ്മനാണ്, ഇവൻ മസ്ലനാണ്, ഇവന് എലിക്കുസുവാണ്, ഇവനക്ക് താടിയില്ല, അവനക്ക് മീശയില്ലെന്ന് ഓരോരുത്തരും അവൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവർ പുതിയ ആളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഹാപ്പി മൈൻഡ് സെറ്റിലോട്ട് അപ്പോൾ അർഫാനെ കൊണ്ടുവരികയാണ് കേട്ടോ അവൻ്റെ ഫ്രണ്ട്സൊക്കെ. അങ്ങനെ അടുത്ത റൂമിൽ നോക്കിയാൽ നമ്മുടെ പുസ്സിയും കിമ്മും അവളുടെ മെയ്ഡും കൂടെ ചേർന്ന് നമ്മുടെ ടീൻ്റെ റൂമില്ലേ, ടീൻ്റെയും പ്രിന്നിൻ്റെയും റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ അവർ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ പുസ്സി നേരെ ബെഡ് കയറി കിടന്നിട്ട് പറയും, ഇനി നിങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നോക്കട്ടെ. അയ്യോ, ഇപ്പോൾ പ്രിന്റ് വരും, അതിന് മുന്നേ വേഗം ക്ലീൻ ചെയ്യാൻ നോക്കുക, നമുക്ക് ഇപ്പോൾ പ്രിന്നിനെ കൂട്ടി അവർ വരും, അങ്ങോട്ട് വേഗം റൂമൊക്കെ ക്ലീൻ ചെയ്യും. അങ്ങനെ പറഞ്ഞ് ശരി, ഓക്കെ എന്നാണ് പുസ്സി എണീക്കുന്നതിന് കൂടെ പില്ലോ എടുത്ത് നോക്കും. പില്ലോൻ്റെ അടിയിൽ വന്നിട്ട് നമ്മുടെ പ്രിൻ്റ് ഷർട്ടാണ്. എന്ത് നല്ല പ്രിന്റിൻ്റെ സ്മെല്ല്, ഫ്രഷ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പറഞ്ഞ് 3 പേരും ആ ഷർട്ടിന് വേണ്ടി തല്ലുവിടുകയാണ്. ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കുന്നു. ലിറ്ററലി ഭയങ്കര ക്രേസി ആയിട്ടുണ്ടായിരുന്നു സീന് കാണാൻ കേട്ടോ. അവന് ഭയങ്കരമായിട്ട് തല്ലുവിടുകയാണ് 3 പേരും കൂടെ ഈ പ്രിൻ്റ് ഷർട്ട് കൊണ്ട്. ആ സമയത്താണ് നമ്മുടെ പ്ലോട്ടും തീയും കൂടെ പ്രിന്നിനെ കൂട്ടിയിട്ട് റൂമിലോട്ട് വരുന്നത്. അപ്പോൾ ഇവർ പ്രിന്നിൻ്റെ കയ്യിൽ നിന്ന് ഇവരെ മുന്നിൽ നിന്ന് ആ ഷർട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് എന്താണ് ചിക്കനോ ഒന്നുമില്ല എല്ലാം വന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് അവനോട് ഇട്ടിട്ട് നമ്മൾ തീനോട് ശ്രദ്ധിക്കണേ, നോക്കിയും കണ്ടും പെരുമാറണേ, നീ അവനെ മെല്ലെ ഹാൻഡിൽ ചെയ്യണേ, ജെൻറ്റിലായിട്ടുണ്ടാവണേ, അങ്ങനെ പറഞ്ഞ് ഒരുമാതിരി തീനെ ആക്കിക്കൊണ്ട് എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പ്ലോട്ടും അതേപോലെ തന്നെ കുറച്ച് നേരം ആക്കിയിട്ട്, ഞാൻ പോയിട്ട് വരാം, തീ നീ ശ്രദ്ധിക്കണേ അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ പ്ലോട്ട് അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ പ്രിൻ്റ് അതായത് അവൻ്റെ കയ്യിൽ ഫ്രാക്ചർ ഒന്നും വരുന്നില്ല, ആ കൈ കൊണ്ട് തന്നെ അവന് വന്നിട്ട് അടിക്കുന്നുണ്ട്. ശരി, ഓക്കെ, ഞാൻ പോവാണ് അങ്ങനെ അവന് പോകുമ്പോൾ. അങ്ങനെ അവരും കൂടെ അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ പ്രിന്നും തീയും കൂടെ മാത്രമാവുകയാണ്. അങ്ങനെ തീയും പ്രിന്നും കൂടെ സംസാരിക്കുമ്പോൾ നമ്മുടെ
പ്രിന്നിന് വന്നിട്ട് തീ അടിക്കുകയാണ്. ഓ ഇത്രയും നേരം നിനക്ക് കയ്യിന് വേദന ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പം എന്താ നിനക്ക് ഇവിടുന്ന് വേദന വന്ന്, നീ എന്നെ കളിയാക്കുകയാണെന്ന് ചോദിച്ചാൽ അവൻ അടിച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റ് പ്രിന് പറയും ശരി തോറ്റു, ഞാൻ സമ്മതിച്ചു, എന്നെ വിടുത്ത് വിട്, എനിക്ക് വേദനിക്കുന്നുണ്ട്, ഞാൻ വെറുതെ തമാശ കളിച്ച, പക്ഷേ ഇപ്പം എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഒരു സമാധാന കരാറിൽ ഒപ്പ് വെച്ച് നിൽക്കണം. അങ്ങനെ നമ്മുടെ പ്ലോട്ട് നേരെ അവിടുന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ പ്രിന്റിന് ഷർട്ടിന് വേണ്ട തള്ളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവർ മൂന്നുപേരും ഞാൻ വാഷ് ചെയ്യും എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവര് തലം കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ പ്ലോട്ട് വരുമ്പോൾ ഒരു ഷർട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് എന്താ പ്ലോട്ട് അങ്ങനെ പറയണം. അപ്പോൾ പ്ലോട്ട് പറയുന്നുണ്ട് ഈ ക്ലായുടെ റൂം എവിടെ, എവിടെ ഉള്ളത് എന്ന് ചോദിക്കും. അപ്പോൾ പറയും ക്ലാ റൂമിലില്ല, ക്ലാ റെസ്റ്റോറൻറ്റിലോട്ട് പോയി തോന്നുന്നുണ്ട്, ഈ ഇവിടുന്ന് അടുത്ത് തന്നെയാണ്, നീ പോയി നോക്ക് റെസ്റ്റോറൻറ്റ്. ശരി ഓക്കെ താങ്ക് യു അങ്ങനെ പറഞ്ഞ് നമ്മുടെ പ്ലോട്ട് ആ ഭാഗത്ത് തിരുമ്പത്തിന് ഇവരിവിടെ തല്ലിവിടുമ്പോൾ ലാസ്റ്റ് പുസ്തി നിൽക്കണം. ഞാൻ തന്നെ വാഷ് ചെയ്തോണ്ട്, നിങ്ങളെ ചെറിയ കുട്ടികളെ പോലെ തല്ലിവിടിക്കൊണ്ടിരിക്കുന്നത്, ഓക്കെ ബൈ ഇവിടെ അങ്ങനെ പറഞ്ഞ് നമ്മുടെ പുസ്തി വന്നിട്ട് ആ ഷർട്ട് വാങ്ങിയിട്ട് പോവുകയാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കാണിക്കുമ്പോൾ റെസ്റ്റോറൻറ്റിൽ നമ്മുടെ ക്ലാ പോയി നോക്കുമ്പോൾ എന്ന് വെച്ചാൽ കുട്ടികൾ പൂരം തല്ല ഒരു കേക്കിന് വേണ്ടിയിട്ട്. നമ്മുടെ ക്ലാനും കൂടെ അവർ എന്താ പറയുക പിരിച്ചു വിടാൻ പറ്റുന്നില്ല, അത്ര തല്ലായി നിൽക്കുക. അയ്യോ ഞാൻ എന്താടാ ചെയ്യാന്ന് വെച്ചാൽ അവൻ തലക്കും കൊടുത്ത് കൈ കൊടുത്ത് പുറത്ത് വന്ന് നിൽക്കുമ്പോഴാണ് അവിടേക്ക് നമ്മുടെ പ്ലോട്ട് വരുന്നത്. പ്ലോട്ട് എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണം, നീ എൻ്റെ കൂടെ വരുമോ ഞാൻ ജസ്റ്റ് എൻ്റെ ക്ലാ വന്നിട്ട് വന്നിട്ട് പ്ലോട്ടിനെ കൂട്ടിയിട്ട് പോവുകയാണ്. കൂട്ടിയിട്ട് പോയിട്ട് കുട്ടികളെ കാണിച്ചു കൊടുക്കുമ്പോൾ ക്ലാ സിമ്പിളായിട്ട് അവരെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിയിരിക്കണം. എന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം, അതോ നോക്ക് ചേട്ടാ നിങ്ങൾ എന്നെ സഹായിക്കണം, ഞങ്ങളാണ് ആദ്യം കണ്ടത്, അപ്പോൾ ഈ കേക്ക് ഞങ്ങൾക്കല്ലേ വേണ്ടത് ഇത്. അപ്പോൾ ബോയ്സ് പറയും ഇല്ല ഞങ്ങളല്ല ആദ്യം എടുത്തത്, അപ്പോൾ ഗേൾസ് ആദ്യം എടുത്തു, ബോയ്സ് ആദ്യം കണ്ടു കേട്ടോ അങ്ങനെയാണ്. അപ്പോൾ ഇത് എനിക്കല്ലേ തരേണ്ടത് അങ്ങനെ ചോദിച്ചാൽ അവർ മാറി തല്ലിവിടും. അപ്പോൾ ക്ലാനോട് നമ്മുടെ പ്ലോട്ട് ചോദിക്കും, ക്ലാ നിനക്ക് ഈ കേക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നത്, ഭയങ്കര ടേസ്റ്റി ആയിട്ട് യമ്മിയായിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടോ? അതെ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നത്, കഴിക്കാൻ തോന്നുന്നുണ്ട്, നമുക്ക് കഴിച്ചാലോ അങ്ങനെ ചോദിക്കും. നീ വേഗം കഴിക്കാൻ തുടങ്ങും അങ്ങനെ പറയും. അപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേപോലെ പറയും ചേട്ടാ ഞങ്ങളോട് ഈ ദുഷ്ടതരം കാണിക്കരുത്, ഇത് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ക്ലാ പറയും ഓക്കെ ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷേ അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞാൻ പറയുന്നത് എന്ത് നിങ്ങൾ കേൾക്കുമോ? ഞങ്ങൾ കേട്ടോണ്ട് ചേട്ടാ പ്ലീസ് താ അങ്ങനെ. ഓക്കെ അങ്ങനെയെന്നുണ്ടെങ്കിൽ തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആദ്യം ക്ഷമാപണം നടത്തണം, കെട്ടിപ്പിടിക്കണം, സമാധാന സന്ധിയിൽ ഒപ്പുവെക്കണം, എന്നാൽ ഞാൻ തരാം. ശരി ഓക്കെ അങ്ങനെ പറയാം. അപ്പോൾ ക്ലാ പറയും നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് എപ്പോഴും ഷെയർ ചെയ്യാൻ പഠിക്കണം, ഇങ്ങനെ തല്ലുകൂടിയത് ഇങ്ങനെ തല്ലുകൂടി കൊണ്ടുവന്നാൽ മൂന്നാമത്തെ ഒരാൾ അത് അടിച്ചുകൊണ്ട് പോകും. ഓക്കെ മനസ്സിലായോ എന്ന് ചോദിച്ചാൽ അവർ രണ്ടുപേരും സമാധാനിപ്പിച്ച് ക്ലാ വന്നിട്ട് അവിടുന്ന് എല്ലാവരും പിരിച്ചു വിടും. അതോ നമ്മുടെ ക്ലായും പ്ലോട്ടും കൂടെ നിൽക്കുമ്പോൾ ക്ലാ പറയും താങ്ക് യു, എനിക്ക് വലിയൊരു ഹെൽപ്പ് ചെയ്തു തന്നോ, താങ്ക്സ് അങ്ങനെ പറയാം. ഇത് ചുമ്മാ ഒന്നും ചെയ്തല്ല, നീ എനിക്ക് ഡിന്നർ വാങ്ങിച്ചു തരണം. ശരി ഓക്കെ വാ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം അങ്ങനെ പറഞ്ഞ് അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്, ബൈ ബൈ.